നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തോൽക്കാം, പക്ഷേ മാന്യമായി തോൽക്കുകയെങ്കിലും വേണ്ടേ കോൺഗ്രസ് അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയോടും ഹൈക്കമാൻഡിനോടൊക്കെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തലയിൽ കൈവച്ച് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇങ്ങനെയായി പോയതെന്ന്. ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ പ്രകടനത്തിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് ബീഹാറിൽ വീണുപോകുന്നു. നിലവിലെ അവസ്ഥ അനുസരിച്ച് പരമാവധി പോയാൽ 2-3 സീറ്റിലാണിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിനി 2 സീറ്റ് താഴേക്ക് പോയാൽ സംപൂജ്യരാവാം. ഇനി പരമാവധി സീറ്റ് കിട്ടിയാലും 6-7 അല്ലെങ്കിൽ 8 സീറ്റുകൾക്കപ്പുറം ലഭിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുമില്ല. ഇത്തവണ 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. പഴയ തഴമ്പ് പറഞ്ഞാണ് 61 സീറ്റുകൾ RJDയിൽ നിന്നും പിടിച്ചു വാങ്ങിയത്. അവിടെയാണ് ഇരട്ടയക്കം പോലും കാണാൻ കഴിയാതെ ചിലപ്പോൾ സംപൂജ്യരായി മടങ്ങേണ്ട അവസ്ഥയിൽ അവിടുത്തെ CPM-നും CPI-ക്കും CPI-ML-നും ഒക്കെ ഇടതു പാർട്ടികൾക്കും താഴെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് മാറുന്നത്. കഴിഞ്ഞതിന് മുമ്പിൽ തവണ 27 സീറ്റുകൾ കിട്ടിയ പാർട്ടിയാണ് എന്നത് ഓർക്കണം. അതിനു മുമ്പ് 9-ന്റെയും 4-ന്റെയും 9-ന്റെയും 10-ന്റെയും ഒക്കെ കണക്ക് 2000-ൽ 10 സീറ്റുകളാണ് ലഭിക്കുന്നതെങ്കിൽ 2005-ൽ 9 സീറ്റുകളും ഒക്കെ ലഭിച്ച കണക്കുകളും ഒക്കെ ഇവരുടെ മുന്നിലുണ്ട്. അതൊന്നും ന്യായീകരണമാവുന്നില്ല. ഇന്ത്യയിൽ BJP-ക്കെതിരായ ഒരു വലിയ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ട പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ്. ആ പാർട്ടിക്ക് 90-കൾ വരെ അധികാരമുണ്ടായിരുന്ന, ശേഷിയുണ്ടായിരുന്ന ഒന്നാമത്തെ പാർട്ടിയായിരുന്ന ഒരു സംസ്ഥാനം ബീഹാർ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തകർന്ന് പ്രാദേശിക പാർട്ടി എന്ന് പോലും പറയാൻ കഴിയാത്ത, പ്രാദേശിക പാർട്ടിയെക്കാളും ചെറിയ പാർട്ടിയായി, അല്ലെങ്കിൽ അത്രത്തോളം ദുർബലമായ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇന്ത്യയിൽ BJP-ക്കെതിരായ പോരാട്ടത്തിൽ പ്രാദേശിക കക്ഷികളൊക്കെ നിൽക്കുന്നത്? ഈ ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഇത് നമ്മുടെ മാജിക് വാളാണ്. ഈ മാജിക് വാളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഓരോ പാർട്ടിയുടെയും സീറ്റ് നിലവിലെ നിലവാരം എന്നുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ 3 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 61 സീറ്റുകളിൽ മത്സരിച്ച ബീഹാറിലെ മഹാഗഡ്ബന്ധനിൽ RJD കഴിഞ്ഞാൽ 2ാമത്തെ പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ് ഇങ്ങനെ തകർന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഭാവി എന്താവും? സാറേ, ദീർഘനാൾ, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ധീരവനിത ഇന്ദിരാഗാന്ധി ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇവരുടെ പോക്ക്. എങ്ങനെയാന്ന് പറഞ്ഞാല് അവര് സാർ പറഞ്ഞ പോലെ ശക്തമായ പ്രതിപക്ഷം വേണ്ടേ, പിന്നെ വന്ന ഐക്യമില്ല. ഒന്നാമത് ഇവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറമെ പിന്നെ ഒരു ശശി തരൂർ എന്ന് പറഞ്ഞ ഒരാൾ സ്വയം വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ട് നടിച്ചു കളിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം നടക്കുന്ന ഒരു വ്യക്തിയാണ്. സാഹചര്യത്തിൽ അത് ഭക്തിന്റെ ബുദ്ധിയിലായാലും തീർച്ചയായിട്ടും അദ്ദേഹം നിരന്തരം ഈ ഇലക്ഷന്റെ കുറച്ച് മുമ്പിൽ നിരന്തരം പറഞ്ഞ അതെല്ലാം വോട്ടിന് ബീഹാറിൽ പഠിക്കുമ്പോ ഇതും കുറച്ച് ഈ ശശി തരൂർ ആ തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ളതും കോൺഗ്രസിനെ കിട്ടുന്ന സമയത്തെല്ലാം തലക്കിട്ട് അടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ശശി തരൂർ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ബീഹാറിൽ ഇങ്ങനെയൊക്കെ പരാജയപ്പെടാമോ? തോക്കുന്നതിന് തന്നെ ഒരു മാന്യമായി തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തണ്ടേ? പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആ അവരെന്താ ചെയ്യുന്നത്, ബുദ്ധിപരമായി കൈകാര്യം. അവസാനം 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്ത് അവര് അന്നേരം ബുദ്ധിപരമായി ഇവരും അതേപോലെ യൂണിറ്റി സ്ട്രെങ്ത് ഇവർ ആക്കിയില്ല. ഇവർ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് അതും വ്യത്യസ്തമായിട്ട് ഒരു പ്രൗഡ് കോസ്റ്റ് ബിഫോർ എ പോൾസ് ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ കുറച്ചു കാലമായി എന്ന് തോന്നുന്നു പൊതുവേദിയിൽ വിളിച്ചിട്ട്. എന്തായാലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് അവിടെ RJDയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അവിടെ അധികാരത്തിൽ വരുമെന്ന്. ഇനി അത് തോൽവിയും ജയവുമൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണമാണ്. പക്ഷേ തോൽക്കുമ്പോഴും ഒരു അന്തസ്സ് വേണ്ടേ? ഇപ്പോൾ ആകെ 3 സീറ്റുകളിലാണ് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. ആകെ 61 സീറ്റുകൾ മത്സരിച്ച സ്ഥലത്ത് 10% സീറ്റുകളിലെങ്കിലും 6 സീറ്റിലെങ്കിലും മുന്നിട്ട് നിൽക്കാൻ കഴിയണ്ടേ കോൺഗ്രസിന്? ഇങ്ങനെയായ ഒരു കോൺഗ്രസിനെ കൊണ്ട് എങ്ങനെയാണ് ഭാവിയിൽ ഇന്ത്യ മുന്നണിയൊക്കെ നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് എന്നെ പോലുള്ള പ്രായം കൂടിയ ആളുകളൊന്നും ഇവര് ഏത്
പ്രവചനം പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം തല്ലിക്കൂട്ടുന്ന ഒരു പ്രതിപക്ഷ മുന്നണി ഇന്ത്യയുടെ ശാപമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത്ര ദുർബലത കഴിയുമ്പോഴും എത്ര സീറ്റിലാണ് ഇവർ പരസ്പരം മത്സരിച്ചത്? പല സീറ്റിലും പരസ്പരം മത്സരിച്ചില്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം വേണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷ ഒരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദുർബലമായ പ്രതിപക്ഷത്തെ കൊണ്ട് ഒരു സംസ്ഥാനത്തും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ വോട്ട് ചോരി, കള്ളത്തരം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടത് അങ്ങനെയാണ് ചോദിക്കട്ടെ. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയല്ലേ ഇവിടെ ഇലക്ഷൻ നടത്തിയത്? എന്നിട്ട് BJPക്ക് എന്ത് കിട്ടി? കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടി. അല്ലാണ്ട് കഴിഞ്ഞ 2 ഇലക്ഷനെ അവർക്ക് അങ്ങ് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? അപ്പൊ ചുമ്മാ വെറുതെ വല്ലതും ഒക്കെ പറഞ്ഞ് ജനത്തെ പറ്റിക്കാൻ ഇനി വന്നിട്ടൊരു കാര്യമില്ല. പ്രതിപക്ഷം ശക്തമായി അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഈ വോട്ട് ചോരി വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവ് സഹിതം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ബീഹാറിലെ തോൽവിയും ജയമൊക്കെ മറ്റു വിഷയം. കോടതിയിൽ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നോ? കോടതിയിൽ നിൽക്കുകയാണല്ലോ. എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു അവിടെ കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോടതിയൊക്കെ പരിശോധിച്ച് വരുമ്പോഴേക്കും ഇനി എത്ര കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ കോടതികളിലൊക്കെ ഒരു കേസ് കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ ഈ 30 സീറ്റിൽ കൂടെ അങ്ങോട്ട് 31 സീറ്റിൽ കൂടെ അങ്ങോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? അങ്ങനെയല്ലല്ലോ. അങ്ങനെ ആരും കള്ളം ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയൊന്നും അല്ല കിരണ, ഇത് പ്രതിപക്ഷത്തിന്റെ ദുർബലത. എനിക്കറിയില്ല അത് കള്ളം ചെയ്തില്ലയോ, പക്ഷേ ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ഇലക്ഷൻ എത്ര കമ്മീഷനുണ്ട്. തട്ടിലാണ് പ്രതിപക്ഷം? എത്ര രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളുണ്ട് ഇവിടെ? എത്ര പ്രതിപക്ഷ കക്ഷികൾ? വല്ല എണ്ണവും കണക്കും ഉണ്ടോ ഇതിനൊക്കെ? മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സൂപ്പിയാണോ വെള്ളമുണ്ടയിൽ നിന്ന്? ശ്രീ സൂപ്പി, ഈ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളൊക്കെ നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കൂ, ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രധാന പ്രാദേശിക പാർട്ടികളെല്ലാം BJP വിരുദ്ധ ചേരിയിൽ അടിയുറച്ചു നിൽക്കുന്നത്. ആ കോൺഗ്രസ് അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഇതാണ് അവരുടെ അവസ്ഥ. ബീഹാറിലൊക്കെ 61 സീറ്റ് പഴയ തഴമ്പ് പറഞ്ഞ് മേടിച്ചതാണ്. 90കൾ വരെ ഞങ്ങൾ ഭരിച്ച സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ്. അവിടെ ഇപ്പോൾ ആകെ 3 സീറ്റുകളിലാണ്. അത് തന്നെ ആ 3 സീറ്റ് നിലനിൽക്കുമോ അതോ ഇനി 1 or 2 കൂടുമോ എന്നൊക്കെ എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ള അറിയാം. എന്താണ് കോൺഗ്രസ് ഇങ്ങനെയായി പോകുന്നത്? നമസ്കാരമുണ്ട്, പറഞ്ഞു. എന്റെ അഭിപ്രായത്തില് കോൺഗ്രസിന്റെ വലിയാട്ട മനോഭാവം അവസാനിപ്പിക്കണം. കോൺഗ്രസ് വലിയാട്ട ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോ നിതീഷ് കുമാർ ഈ വർഷത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൺവീൻ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു. കാരണം ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് പോലും ആവുകയായിരുന്നില്ലായിരുന്നു. കാരണം അതാണ് ഇതിലെ സംഭവിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് പാഠം പഠിക്കേ പറ്റൂ. പാഠം പഠിക്കുക തയ്യാറല്ലെങ്കിൽ ഈ ഗതികേട് എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസിനും ബാധിക്കും. ഇന്ത്യ സഖ്യം തന്നെ താഴ്ന്നു പോകും. അനഘയാണ് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. അനഘ, കോൺഗ്രസിനെ സംബന്ധിച്ച് തോൽക്കാം, പക്ഷെ തോൽക്കുമ്പോൾ മാന്യമായി തോൽക്കാനുള്ള ഒരു അന്തസ്സെങ്കിലും കാണിക്കേണ്ടേ എന്ന് ഏത് കോൺഗ്രസ് പ്രവർത്തകരും ചോദിച്ചു പോകും. അല്ലെങ്കിൽ BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചോദിച്ചു പോകും. എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരു പരാജയം ഉണ്ടാകുമ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഒട്ടും അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഏകദേശം 1 മാസത്തോളം രാഹുൽ ഗാന്ധി എന്നൊരാളെ പിക്ചറിലില്ല. അപ്പം ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യനായിട്ട് ഇന്നത്തെ കാലത്ത് ഈ നിൽക്കാൻ പറ്റില്ല. കാരണം പണ്ടത്തെ കാലത്ത് കോൺഗ്രസ് ഡോമിനൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലം അതല്ല. അപ്പുറത്തേക്കുന്ന ആൾക്കാർ അതിലും വലിയ ആൾക്കാരാണ് അപ്പുറത്തേക്കുന്നത്. അത് മാത്രമല്ല, പല സീറ്റുകളിലും RJDക്കും കോൺഗ്രസിന് ഒരുമിച്ച് നിന്ന് ജയിക്കാമെന്നായിരുന്നു. ആ വോട്ട് സ്പ്ലിറ്റ് ആവത്തില്ലായിരുന്നു. അവിടെ സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ സൗഹൃദ മത്സരത്തിന്? ഇത് പഞ്ചായത്ത് ഇലക്ഷൻ നല്ലതാണ്. ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇലക്ഷനാണ്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ഇപ്പം നമ്മുടെ NDA ഗവൺമെന്റിന്റെ ഭാവിയെ വരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു ഇത്. പിന്നെ ഈ ഒരു സഖ്യ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു മുന്നണി എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ് NDA കണ്ടുപിടിക്കണം. അവർക്കിപ്പോ 90+ അത്രയും 20 സീറ്റോളം അവർ ഉയർത്തി. അവർ ഈ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ട ഇവർ ഈഗോ എടുത്ത് മാറ്റണം. ഏതൊരു സ്ഥലത്ത് ആരാണോ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇവർ ഈ 61 എത്ര വർഷം മുമ്പാണ് കോൺഗ്രസ് ബീഹാറിൽ ഭരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈഗോ മാറ്റിവെച്ച് നേരിടേണ്ട കാര്യമായിരുന്നു. പിന്നെ ഈ അനഘയുടെ അഭിപ്രായമാണ് കോൺഗ്രസ് ഈഗോ മാറ്റിവെച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് അനഘയുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ് ഇന്ത്യയിലൊക്കെ പ്രതിപക്ഷത്തിന്റെ മുൻനിരയിലൊക്കെ നിന്ന് നയിക്കേണ്ട ഒരു പാർട്ടി, ആ പാർട്ടി ഇങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാവും? കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ കോൺഗ്രസ്
ഇപ്പൊ ഇവിടെ കളിക്കുന്ന കളിയുണ്ടില്ല കേരളത്തില് എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ തദ്ദേശ വാർഡ്ക്ക് തെരഞ്ഞെടുക്കുന്ന അതിന് നിർത്താൻ പോലും ത്രാണിയില്ല. അവിടെ അടി പിടി മറ്റേതായിട്ട് രാജിവെപ്പൊക്കെ ആയിട്ട്. പിന്നെ അദ്ദേഹം നടന്നുകാണ്ട് അവിടെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്തൊക്കെ നടന്ന് ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് കിട്ടിയത് 3 സീറ്റാണ്. ഈ 3 സീറ്റ് കിട്ടിയിട്ട് അതൊരു നാണക്കേടല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിക്ക് ഇനി അദ്ദേഹം നേതൃത്വം കൊടുക്കണ്ട, കോൺഗ്രസ് നേതൃത്വം കൊടുക്കണ്ട, കോൺഗ്രസ് ഒക്കെ ഇടതുപക്ഷത്തേക്ക് വന്നിട്ട് അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കിയാണ്ട് പോകാനുള്ള പരിപാടി ആസൂത്രണം ചെയ്താൽ അവർക്ക് നന്നു. ശരി, ഇടതുപക്ഷം എത്ര സംസ്ഥാനത്തിലുണ്ട് എന്നുള്ളതും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബീഹാറിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ നിലയും നന്നേ പരിങ്ങലിലേക്ക് പോയി. CPM ആകെ 2 സീറ്റ് എന്നുള്ളത് ഒന്നായി മാറി. CPIയുടെ സീറ്റ് ഇല്ല എന്നുള്ള അവസ്ഥയായി. CPIMൽ 12 സീറ്റ് നേടിയ CPIMൽ ഇപ്പോൾ 3 സീറ്റിലേക്ക് അവരുടെ നിലവിലെ അവസ്ഥ ഒതുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ചിലപ്പോൾ ഫൈനൽ വരുമ്പോൾ 1-2 മേളോട്ടോ 1-2 താഴോട്ടൊക്കെ പോകാം. താഴോട്ട് പോയാൽ പിന്നെ 0 എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളത് കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ബിജു ആണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ ബിജു, താങ്കൾക്ക് എന്താണ് ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ മട്ടിൽ ഇങ്ങനെ ദുർബലമായി പരാജയപ്പെട്ടു പോകുന്നത്? മിനിയാണ്, ക്ഷമിക്കണം, മിനി പറഞ്ഞോളൂ. സാറേ, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരിച്ച കോൺഗ്രസ് അവരുടെ ഭരണത്തിലുള്ള ഒരു വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അടുത്ത ഒരു പാർട്ടി ഇത്രയും നല്ല രീതിയിൽ വരുന്നത്. അപ്പൊ അവിടെ വേറെ എന്താ പറയുക, ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റേണ്ടതല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം, മിനിയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബീഹാറിലെ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ കോൺഗ്രസ് ഒരു സ്ഥലത്ത് തോൽക്കുകയൊക്കെ സാധാരണമാണ്. പക്ഷേ ഈ തോൽവിയൊക്കെ ഇങ്ങനെ എരന്നു വാങ്ങുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മിനിമം അന്തസ്സെങ്കിലും ആ പാർട്ടി അവിടെ കാണിക്കണ്ടേ? അവിടെ ആകെ കുറച്ച് സീറ്റുണ്ടായിരുന്നു. ആ സീറ്റിൽ മത്സരിക്കുമ്പോൾ 10 സീറ്റുകളിൽ അവിടെ സൗഹൃദ മത്സരം എന്ന് പറയുന്നത്, വലിയ ശേഷിയൊക്കെ ഉള്ളവർക്ക് സൗഹൃദ മത്സരമാണ്. ജയിച്ച NDAയിൽ സൗഹൃദ മത്സരമില്ല. ഇവിടെ തോറ്റ മുന്നണിയിലാണ് സൗഹൃദ മത്സരം. അതും CPIയുടെ 2 സീറ്റിലടക്കം മത്സരിച്ചതാണ് കോൺഗ്രസ്. എന്താണ് കോൺഗ്രസ് ഇങ്ങനെ ആവുന്നത്? ഒന്ന് കുടുംബാധിപത്യം. അത് ആളുകൾ കണ്ട് മടുത്ത്. എത്ര കോൺഗ്രസ് ഇന്ത്യയിലുണ്ടായ കാലം മുതൽ ഈ കുടുംബാധിപത്യം കൊണ്ട് അവരെ കൂടെ ഉള്ളവർ മടുത്ത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് ആർക്കും ചാൻസ് ഇല്ല. ഒറ്റ കുടുംബത്തിനെ ആശ്രയിച്ചാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ഇത് ശരിയല്ല എന്ന് അതിൽ നിൽക്കുന്ന എല്ലാ നേതാക്കൾക്കും അറിയാം. പിന്നെ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി വാതോരാതെ വിവരക്കേട് വിളിച്ചു പറയേക്കാം. ഇലക്ഷന് വരുമ്പം സാധാരണ വിവരമുള്ളവരെന്താ ചെയ്യേണ്ടത്? വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഇനി കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. ഇത് വോട്ട് ചോരി, വേറെ ഒന്നും പറയാനില്ലേ. അവിടെ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, അതിനെക്കുറിച്ച് പറയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്ന 10,000 രൂപ വെച്ചൊരു സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇവര് കൊടുത്ത വായ്പാൻ എന്താണ്? ജമ്മത്ത് നടക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. ജമ്മത്ത് നടക്കാത്തൊരു വാഗ്ദാനമാണ് അവർ കൊടുത്തത്. എന്താ കൊടുത്തത്? എല്ലാ കുടുംബത്തിലും ഓരോരുത്തർക്ക് ജോലി കൊടുക്കാമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാ കുടുംബത്തിലും ഒരാളിന് ജോലി കൊടുക്കാൻ ഏതെങ്കിലും സർക്കാരിനെ കൊണ്ട് കഴിയുമോ? അതിനുള്ള വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ ഏതെങ്കിലും കുടുംബത്തിൽ കാണും? എവിടെ കൊണ്ടിട്ട് കൊടുക്കും? ഞാനും എന്റെ ഭാര്യയും 80 വയസ്സിന് മേളിലുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ജോലി വരുമോ? സർക്കാർ ജോലി വരുമോ? ഇത് വിവരത്തോട് സംസാരിക്കുന്നതിനൊക്കെ ഒരു വിവരം വേണ്ട. ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ബുദ്ധി ചോദിച്ചോ എന്ന്. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ്. ആളെയൊക്കെ ബുദ്ധി ചോദിച്ചോ സാറേ. ശരി, ശ്രീ ഉണ്ണികൃഷ്ണൻ. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, ഈ കോൺഗ്രസ് 61 സീറ്റുകൾ പഴയ തഴമ്പ് കാണിച്ച് വാശി പിടിച്ചു മേടിച്ച സീറ്റുകളാണ്. അതിൽ താങ്കളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ഇപ്പൊ എനിക്ക് വേണം. അയ്യോ, എന്ത് പറ്റി? പറഞ്ഞോളൂ. ഞാൻ ഇത്ര നേരം ശ്രദ്ധിച്ച് ഇത് പുറത്ത് പല ബിസി ആയിരുന്നു. നമ്മുടെ വൈഫിനെ ഒരു ഓർത്തോ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എന്താണ് തേജസ്വി യാദവ് എവിടെ ഒരു സീറ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? പരാജയപ്പെട്ടില്ല. അദ്ദേഹം ഇപ്പോൾ 9,000 വോട്ടിന് പിന്നിൽ നിൽക്കുകയാണ്. 30 റൗണ്ട് ഉള്ളതിൽ 15 റൗണ്ടുകളാണ് എണ്ണിക്കഴിഞ്ഞത്. 15 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ 9,000 വോട്ടിന് പിന്നിലാണ്. രാഘവപൂരിലാണ് മത്സരിക്കുന്നത്. രാഘവപൂരില്. അതുകൂടാതെ വേറെ സ്ഥലത്ത് കൂടി മത്സരിക്കുന്നുണ്ടല്ലോ. 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. രണ്ടിടത്തും പുറകിലാണോ? അല്ല, രാഘവപൂരിലാണ് തേജസ്വി യാദവ് മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹം പിന്നിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ പരാജയം എന്ന് മാത്രം പറയണ്ടല്ലോ. RJDയുടെയും
RJD ബീഹാറിലുള്ള ഒരു പാർട്ടി, അവരുടെ ജയവും പരാജയമൊക്കെ വിഷയമാണ്. പക്ഷേ ഇന്ത്യയിൽ BJP-ക്കെതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ട പാർട്ടി, അതെല്ലാം കോൺഗ്രസ് ആണ്. ആ പാർട്ടിക്ക് പിന്നിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ CPM-ഉം CPI അടക്കമുള്ള പാർട്ടികളടക്കം ഇവർക്കൊപ്പം നിൽക്കുന്നത്, ഒരു BJP-ക്കെതിരായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. അപ്പോൾ അതിന് നയിക്കേണ്ടവർ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണ്ടേ? നയിക്കേണ്ടവരൊന്നുമില്ല. അവിടുത്തെ മുന്നണിയുടെ സംവിധാനം തന്നെ ശരിയല്ല. ഭട്നാഗർ ഇല്ലേ, മറ്റേ CPI ML എന്ത് ഭട്നാഗറാണ്, മറ്റേ അദ്ദേഹം ദീപാങ്കർ ഭട്ടാചാര്യ, ഭട്നാഗർ മറ്റേ CPI ML-ന്റെ ദീപാങ്കർ ഭട്ടാചാര്യ, അദ്ദേഹത്തിന്റെ ദീപാങ്കർ അദ്ദേഹം MSc സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ റാങ്കോടുകൂടി പാസ്സായതാ. അദ്ദേഹം വലിയൊരു ബുദ്ധിജീവിയൊക്കെ. അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവരാണ് കൂടുതലും. മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരു ഭൂവുടമകളുടെ ഗുണ്ടുണ്ടായിരുന്നു. അയാളിപ്പോ ജീവിച്ചിരിപ്പില്ല, അയാൾ മരിച്ചുപോയി. അയാൾ കൊന്നിരിക്കുന്നത്. എന്നിട്ട് ദീപാങ്കർ ഭട്ടാചാര്യയുടെ ഡേവിഡ് വിജയ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഡേവിഡ് വിജയ്, എന്റെ ചോദ്യം ഇതാണ്, ഒറ്റ ചോദ്യമാണ്. ഇന്ത്യയിൽ BJP-ക്കെതിരായി പട നയിക്കുന്നതിൽ മുന്നിൽ നിൽക്കേണ്ട പാർട്ടി, പ്രാദേശിക പാർട്ടികൾ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചും കോൺഗ്രസിന്റെ ആ നേതൃത്വം അംഗീകരിച്ചൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അത് പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന CPM അടക്കം CPI അടക്കമുള്ള പാർട്ടികൾ നിൽക്കുന്നില്ലേ? അവരൊക്കെ പരസ്പരം മത്സരിക്കുന്നവരല്ലേ? അവർ നിൽക്കുന്നില്ലേ? എന്നിട്ട് TMC അടക്കമുള്ള പാർട്ടി അടക്കം നിൽക്കുന്നില്ലേ? അപ്പോൾ ആ ഉത്തരവാദിത്വം എന്തുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെയാണ്? അവിടുത്തെ ചെറുകിട പാർട്ടികൾ, അവിടുത്തെ CPI ML-ഉം ഒക്കെയാണ് അവിടുത്തെ ഇന്ത്യയിൽ BJP-യെ തകർക്കാനുള്ള പാർട്ടി. ഒരു വിശാല മനസ്കതയുള്ള പാർട്ടി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയില്ലേ? ഡേവിഡ് വിജയ്, അവർക്ക് നിലവിൽ 3 സീറ്റുകളിലാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ 12 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതല്ലല്ലോ വിഷയം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ താങ്കൾ. അവിടെ കോൺഗ്രസിനെ കുറിച്ച് മിണ്ടാൻ എന്താണ് താങ്കൾക്ക് ഇത്ര മടി? ഇല്ല, കോൺഗ്രസ് ഇനി രക്ഷയില്ലാത്തൊരു പാർട്ടി. എന്തിനാ അത് ഞാൻ വിചാരിച്ചു ഇത്ര നേരമൊക്കെ ആവേശത്തോടു കൂടി വാദിച്ചപ്പോൾ. അല്ല, ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ താങ്കളോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചു, എന്താ സംഗതി. ശരി, നമുക്ക് അടുത്ത പ്രേക്ഷകരുണ്ട്. ശ്രീ രതീഷാണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബീഹാറിൽ ഈ മഹാഗഡ്ബന്ധന്റെ പരാജയത്തിൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞു പോയത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇപ്പോഴും പ്രവർത്തകരും ആളുകളും ഒക്കെ ഉണ്ട്, പക്ഷേ അവർക്കിപ്പോഴും ഒരിടത്തും ജയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, ആകെ 3 എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നൊരു കണക്ക്. അതിന് മാറി മറിയുമെന്ന് ആർക്കറിയാം. അപ്പോൾ ആ കണക്കിലേക്ക് വരേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ശ്രീ രതീഷ്, താങ്കൾക്ക് പറയാം. ശ്രീ രതീഷ് അല്ലേ? ഋതിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കേട്ടില്ല. ഋതിക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ഷമിക്കണം, റിജുൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. റിജുല് ഈ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കണ്ട ആളാണോ? അതെ. എന്നിട്ട് എന്ത് തോന്നുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ? ബീഹാറിൽ ആരാ ജയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടോ? കേട്ടില്ല. ശരി റിജുൽ, എന്തായാലും കോൺഗ്രസിന് വളരെ നാറിയൊരു തോൽവിയാണല്ലോ ഇത്തവണ ഉണ്ടായിരുന്നത്. സംഖ്യയിലോട്ടൊന്നും കയറാനുള്ള ഒരു ആസ്തി അവന്മാർക്ക് ഉണ്ടായില്ല. അധികം മാത്രം ഒരു താഴ്ന്നു പോയ അവന്മാര്. അതാണ് ഇതിൽ നിന്നൊക്കെ കാണാൻ. റിജുൽ, നമ്മള് പറയുമ്പോൾ ഒരു പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവന്മാര് എന്നൊന്നും നാട്ടിൽ പറയരുത്. നമ്മൾ കുറെ കൂടി മാന്യമായ ആ പാർട്ടി പരാജയപ്പെട്ടു പോയി, മോശമായി പോയി എന്നൊക്കെ പറയാം. നമ്മൾ പറയുമ്പോൾ ഭാഷയൊക്കെ കുഞ്ഞുങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എതിരാളിയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം പറയാം. പക്ഷേ നമ്മൾ ആ ഒരു കുറെ കൂടി മാന്യമായ ഭാഷയിൽ നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങനെ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ എതിരാളികളെ അതാണ് ജനാധിപത്യം. ശരി റിജുൽ, എന്തായാലും റിജുൽ വിളിച്ചതിന് പ്രത്യേകം നന്ദി. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുധീശനാണ്, കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധീശൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജീവ് ഗാന്ധിന്റെയും ഇന്ദിരാജിയുടെയും പേരിനെ നശിപ്പിക്കാനുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒന്നും പറയാനില്ല. ശരി, രാജീവ് ഗാന്ധിയെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന, കോൺഗ്രസിനെ വലിയ വിജയത്തിലേക്കൊക്കെ നയിച്ച ഇന്ദിരാഗാന്ധിയൊക്കെ ആണെങ്കിൽ തകർന്നു പോയ സ്ഥലത്ത് നിന്നടക്കം കോൺഗ്രസിനെ മടക്കി കൊണ്ടുവന്ന നേതാവൊക്കെയാണ്. പക്ഷേ ആ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് സജീവമാകുന്നതും നേതൃസ്ഥാനത്ത് വരുന്നതും. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഈ അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിച്ചു എന്നുള്ള കണക്കുകളൊക്കെ എപ്പോഴുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഗ്രാഫിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശ്രീ രാജേഷാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ രാജേഷ്, മോഹനാണ്. ശ്രീ മോഹനൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം.
എന്താ പറയേണ്ടത്? ശ്രീ മോഹനൻ പറഞ്ഞോളൂ. ആ, ഒന്നുമില്ല. കോൺഗ്രസിന്റെ പതനത്തിന് കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെ. BJP-യുടെ നേട്ടത്തിന് കാരണം അവരുടെ നല്ല കയ്യിരിപ്പ്, ഇവരുടെ മോശം കയ്യിരിപ്പ്. ഇതാണ് അതിന്റെ ഏറ്റവും ചുരുക്കിയിട്ട് പറയാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ പറയണം. ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇതാണ്. ഇവരുടെ കയ്യിരിപ്പ് നല്ലതാണെങ്കിൽ അവര് വിജയിക്കും, അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഒരു മോശം പാർട്ടിയാണോ ശ്രീ കോൺഗ്രസ്? കോൺഗ്രസ് ഒക്കെ ആശയപരമായി നല്ല കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയല്ലേ? അല്ല, മോശം പാർട്ടിയാണോ നല്ല പാർട്ടിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നമ്മൾ സ്വാതന്ത്ര്യ സമരം നേടിയതിനു ശേഷം 47 ശേഷം പിരിച്ചുവിടാൻ പറഞ്ഞ ഒരു പാർട്ടിയാണത്. ആ പാർട്ടി പിരിച്ചുവിടാതെ അല്ലല്ല, അതിനു വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ എന്തിനു വേണ്ടിയിട്ട് അവർ നിലനിർത്തിയത്? ഒരു കുടുംബം നിലനിർത്തിയ പാർട്ടിയില്ലേ? അപ്പൊ ഒരു എത്തിക്സോട് കൂടിയിട്ട് വേണം പൊളിറ്റിക്സിനെയും എല്ലാ കാര്യത്തിനും കാണുന്നത്. വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഒരു എത്തിക്സോട് കൂടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും കാണണം. ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടും എത്തിക്സോട് കൂടിയിട്ടല്ല ഇവർ കാണുന്നത്. താങ്കൾ പറയുന്നത് അവരുടെ എതിരാളികളൊക്കെ അങ്ങനെ എത്തിക്സ് ഉള്ള പാർട്ടികളും നന്മയ്ക്ക് വേണ്ടി കാണുന്ന പാർട്ടികളൊക്കെ ആണോ? അല്ല, അങ്ങനെ വേണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നാട് മുന്നേറുള്ളൂ, അല്ലെങ്കിൽ നാട് മുന്നേറില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷം 75 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നും പുറകിൽ നിൽക്കുന്നു. നമ്മളിപ്പോഴാണ് ഒരു ലൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്തിക്സ് കൂടിയത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നത്തെ ട്രാക്കും പണ്ടത്തെ ഒരു 20 വർഷം മുമ്പുള്ള ട്രാക്കും ഒരേ ട്രാക്കാണോ? ശരി, ശ്രീ സുകുമാരനാണ് നിന്നും. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിൽ BJP-ക്കെതിരെ മുന്നണി പോരാളിയായി നിൽക്കുന്ന പാർട്ടിയൊക്കെയാണ് കോൺഗ്രസ്. പക്ഷേ ആ കോൺഗ്രസിന് 61 സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും പുതിയ കണക്ക് ഇതാണ്. അവിടെ 3 സീറ്റുകളിലാണ് 32 സീറ്റുകളിലാണ് ആകെ ഇന്ത്യ മുന്നണി ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ RJD 24 സീറ്റുകൾ, കോൺഗ്രസ് ഇപ്പോൾ 4 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPML 3 സീറ്റുകളിൽ, CPM 1 സീറ്റുകളിൽ, VIP-ക്കും അതോടൊപ്പം തന്നെ IIP-ക്കും CPI-ക്കും 0-0-0 ഇതുവരെ നിൽക്കുന്നത്. എന്തായാലും അങ്ങനെ 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ 19 സീറ്റിലും അതിന് മുന്നിലെ തവണ 27 സീറ്റിലും ജയിച്ച കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇമ്മട്ടിൽ പരാജയം ഉണ്ടാവുന്നത്? അതെ, പറഞ്ഞോളൂ. അതെ, പരാജയം ഉണ്ടാവാൻ കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞല്ലോ. അവരുടെ കയ്യിലിരിപ്പും അവരുടെ രാഷ്ട്രബോധത്തിന്റെ കുറവാണല്ലോ അതിന് കാരണം. അത് വ്യക്തമാണല്ലോ. അത് ഒരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കോൺഗ്രസിന് രാഷ്ട്രബോധത്തിന്റെ കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയല്ലേ? കോൺഗ്രസിനെ പോലെ പാർട്ടിയോട് വിദേശത്ത് പോയിട്ട് ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിൽ വലിയ കോൺഗ്രസിനോട് എതിർപ്പുള്ളവർ പോലും അംഗീകരിക്കുന്ന കാര്യം ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനെയൊന്നും പ്രതിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ എതിർപ്പല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം നിലപാടാണ്. വിദേശത്ത് പോയിട്ട് നമ്മളുടെ രാഷ്ട്രത്തിന് എതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത് അത് രാഷ്ട്രത്തിനെതിരെ അല്ലല്ലോ. പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ രാഷ്ട്രത്തിനെതിരെ. പ്രധാനമന്ത്രി എന്ത് നിങ്ങളുടെയും പ്രധാനമന്ത്രി അല്ലേ? എനിക്കും നിങ്ങൾക്കും പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കാൻ അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം. അല്ലാതെ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ഞാനും നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കരുതില്ലല്ലോ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പുറത്തു പോയിട്ട് അഗേൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ടോ? എത്രയോ പേർ സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു എതിരായിട്ട് സംസാരിക്കുന്ന രാഷ്ട്രത്തിനെതിരായിട്ട്. അത് രാഷ്ട്രത്തിനെതിരല്ല. ശ്രീ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് മോഹനൻ. മോഹനൻ, അത് രാഷ്ട്രത്തിനെതിരെ ആവില്ല. പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ അത് പ്രധാനമന്ത്രിക്കെതിരെയാണ്. അത് ഇന്ത്യ രാജ്യത്തിനെതിരെ ആവില്ല. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. അത് കേരളത്തിനോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനോ എതിരെ ആവില്ല. അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. നമ്മളൊരു രാജ്യത്തിന്റെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു അധികാരിക്കെതിരെ, നമുക്ക് ഈ രാജ്യത്ത് മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ, കേന്ദ്രമന്ത്രിക്കെതിരെ ഇവർക്കെല്ലാം ഇവിടെയല്ല എവിടെയും പോയി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ നാട്ടിൽ സംസാരിക്കാം. അത് എവിടെയും പോയി സംസാരിക്കാം. വേറെ നാട്ടിൽ പോയിട്ട് ഞാൻ കള്ളം പറയാൻ കഴിയും? പുറത്ത് പോയിട്ട് സംസാരിക്കാൻ പാടില്ല. അതെന്താണ് അങ്ങനെ ഒരു വ്യവസ്ഥ? പുറത്തു പോയി സംസാരിക്കാൻ അതെങ്ങനെ ഒരു വ്യവസ്ഥയാണ്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവിടുത്തെ ഭരണാധികാരികളെ വിമർശിക്കാൻ അവകാശമില്ലേ? അല്ല, അത് നമ്മുടെ നാട്ടിൽ വിമർശിക്കാം. പുറത്തു പോയിട്ടല്ലല്ലോ. പുറത്തു പോയോ അകത്ത് പോയോ എന്ന് എന്താണ് വ്യത്യാസം? ഇന്ത്യയുടെ എത്രയോ ആളുകൾ, ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ എത്രയോ പേർ ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ, കേന്ദ്രമന്ത്രിമാരെ, കേന്ദ്ര സർക്കാരിനെ ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറയൂ. എത്രയോ പേർ ഇന്ത്യ ചരിത്ര നെഹ്റുവിന്റെ കാലം മുതൽ വിമർശനമുണ്ട്. ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവാണല്ലോ. നെഹ്റുവിന്റെ കാലം മുതൽ ഇത്തരം വിമർശനങ്ങളുണ്ട്. പ്രധാനമന്ത്രിമാരൊക്കെ ഈ വിമർശനങ്ങളൊക്കെ കേട്ടാണ് വളരുന്നത്. അവരൊക്കെ ഈ വിമർശനങ്ങൾക്ക് അതീതരല്ല. അല്ലാതെ ഒരു പ്രധാനമന്ത്രി വിമർശിച്ചാൽ അത് രാജ്യത്തിനെതിരെയുള്ള വിമർശനമല്ല. അതീതനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിനെ കുറിച്ചിട്ട് പുറത്തു പോയിട്ട് വിമർശിക്കുന്നത് അത് രാജ്യത്തെ കുറിച്ച് ആര് വിമർശിച്ചു? ഇന്ത്യ രാജ്യത്തെ കുറിച്ച് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ പുറത്ത് വിമർശിച്ചോ? അത് ഒരു ഉദാഹരണം താങ്കൾ പറ. അത് താങ്കൾ ഒരു ഉദാഹരണമെങ്കിലും പറ. ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഒരു വിമർശനം ഉന്നയിച്ചു, പുറത്തുപോയി, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യ പാകിസ്ഥാനുമായി തർക്കം ഉണ്ടായപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഇയാൾ പറഞ്ഞില്ലേ? നരേന്ദ്രമോദിയാണ് വിമർശിച്ചത്, പ്രധാനമന്ത്രിയാണ് വിമർശിച്ചത്, ഇന്ത്യയല്ല വിമർശിച്ചത്. അതെങ്ങനെയാണ് ഇന്ത്യ വിമർശനമാകുന്നത്? അതിനു മുമ്പ് മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ ആളുകൾ പോയി വിമർശിച്ചിട്ടില്ലേ? ആളുകൾ എത്രയോ തവണ എവിടെല്ലായിരുന്നു വിമർശിച്ചിട്ടുണ്ട്, എത്രയോ തവണ വിമർശിച്ചിട്ടുണ്ട് ശ്രീ മോഹനൻ. എത്രയോ എല്ലാ പ്രധാനമന്ത്രിമാരും ഇത്തരം വിമർശനങ്ങളൊക്കെ വിവിധ രാജ്യങ്ങളിൽ, എന്തിനീ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ, കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും പല തരത്തിലുള്ള ഘടകങ്ങൾ, ഇന്ത്യയിലെ പാർട്ടികളിലൊക്കെ ഘടകങ്ങളുണ്ട്. അവിടെയൊക്കെ അടക്കം മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ വിമർശിക്കും. അതൊരു വലിയ തെറ്റൊന്നുമല്ല, അതിലൊരു തെറ്റുമില്ലാതാനും. രാജ്യത്തിനെ അല്ലല്ലോ വിമർശിക്കും. രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി പുറത്തുപോയി ഒരു നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? തെറ്റായ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആ നറേറ്റീവിൽ പ്രധാനമന്ത്രി വിമർശിക്കുന്നത് രാജ്യത്തിനെതിരാണ്, മുഖ്യമന്ത്രി വിമർശിക്കുന്നത് സംസ്ഥാനത്തിനെതിരാണ്, തെറ്റാണ്. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിന് തെറ്റുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ വിദേശത്ത് പോയി വിമർശിക്കരുത്, ഇവിടെ വെച്ച് വിമർശിക്കാൻ. വിദേശത്ത് പോയി വിമർശിക്കുന്നത് തെറ്റെന്നെയാണ്. അതെങ്ങനെയാണ് തെറ്റാവുന്നത്? ശരി, ശ്രീ അനിൽകുമാറാണ്. പാർലമെന്റിൽ പറയാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ഓപ്പോസിഷൻ ലീഡറെ കുറിച്ചിട്ട് പുറത്തു പോയിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? എല്ലാ ആളുകളെ കുറിച്ചും ഓപ്പോസിഷൻ ലീഡറെ കുറിച്ചും ഒക്കെ ഒട്ടേറെ വിമർശനങ്ങൾ പുറത്തും അകത്തും എല്ലാം വരുന്നുണ്ട്. എത്രയോ പേർ വരുന്നു. താങ്കൾ വെറുതെ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കാണുമല്ലോ, അവരോട് ചോദിച്ചാൽ അവിടുത്തെ സംഘടനകളുടെയൊക്കെ മണ്ഡലങ്ങളടക്കം അവർ അടക്കം പ്രസംഗിക്കുന്നതിനടക്കം അവരെല്ലാം രാഷ്ട്രീയമായി പലരും പല സംഘടനകളും ഉണ്ട്, അവരൊക്കെ വിമർശിക്കും. അത് ആരും വിമർശനത്തിന് അതീതരല്ല, അത് അകത്തും പുറത്തും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ശരി, ശ്രീ അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ കോയമ്പത്തൂരിൽ നിന്നാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ് പോലൊരു പാർട്ടി ഇന്ത്യയിൽ BJP-ക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വന്തമായി നിൽക്കാനൊരു ത്രാണിയെങ്കിലും ഉണ്ടാവേണ്ടേ? അതെങ്കിലും തെളിയിക്കണ്ടേ? ആകെ 4 സീറ്റിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ബീഹാറിൽ നിൽക്കുന്നത്, അവരുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥ. അത്തരമൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കാൻ കഴിയുക? പാർട്ടി ഈസ് നോൺ ബൈ ഇറ്റ്സ് ലീഡർ. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി എവിടെയാപ്പോ? ഒരാൾക്ക് അറിയില്ല രാഹുൽ ഗാന്ധി എവിടെയാണെന്ന്. എനിക്കറിയാം രാഹുൽ ഗാന്ധി എവിടെയാണെന്ന്, ഒരാൾക്ക് അറിയില്ല. സോ അറ്റ് ദ ടൈം ഓഫ് ലോസ് ഹി ഈസ് റണ്ണിങ് അവേ. ഹി ഈസ് നോട്ട് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നൗ യു വിൽ ഫൈൻഡ് തൗസൻഡ്സ് ഓഫ് റീസൺസ് കണ്ടുപിടിക്കും ഫോർ ലോസ് ഓഫ് ദി ഇലക്ഷൻ. ബട്ട് രാഹുൽ ഗാന്ധി വിൽ നെവർ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഒരു പൊളിറ്റിക്കൽ ടൂറിസം ആണ് ഫോർ ഹിം. ഹി വിൽ കം ഡ്യൂറിംഗ് ഇലക്ഷൻ, റൺ അവേ, ആൻഡ് ദെൻ so previously you were talking, അയാൾ പുറത്ത് പോയിട്ട് he didn't forget blaming Modi. He was telling പുറത്ത് പോയിട്ട് there is no democracy in India. Democracy is at threat എന്നാണ്. So please, ശ്രീ അനിൽകുമാർ, ഇന്ത്യൻ ഡെമോക്രസിക്ക് ത്രെട്ട് ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് എന്തൊരു വില കുഴപ്പമുണ്ടോ? അത് ഏത് രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ മോദി ഇരിക്കുന്നു, ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് ഇരുന്നു, അതിനു മുമ്പ് UPC അടക്കമുള്ള പ്രധാനമന്ത്രിമാരുന്നുണ്ട്. അങ്ങനെയല്ല, പ്രധാനമന്ത്രി ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഓഫ് എ കൺട്രി ഇസ് ഗോയിങ് ടു അനദർ കൺട്രി ആൻഡ് ടെല്ലിംഗ് ഡെമോക്രസി. എന്താണ് കുഴപ്പം? നമ്മുടെ ഡെമോക്രസിക്ക് മേൽ ത്രെട്ട് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് പറയുന്നില്ലേ നമ്മുടെ ഡെമോക്രസിക്ക് മേൽ ത്രെട്ട് ഉണ്ടെന്ന്? അത് ത്രെട്ട് ഉണ്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. See, you are telling democracy is a threat means you go to a foreign country and tell them what. So that is why he is not leader of. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. പക്ഷേ ജനാധിപത്യം അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള അവകാശം, അതിന് എത്ര ദുർബലനായാലും അവർക്ക് വിയോജിക്കാനുള്ള അവകാശം എല്ലാ സമയത്തും ഉണ്ട്. അതെങ്ങനെയാണ് പാകിസ്ഥാന്റെ ലീഡർ ആവുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാകിസ്ഥാന്റെ ലീഡർ എന്ന് താങ്കൾ എങ്ങനെയാണ് വിളിക്കുന്നത്? അത് എന്ത് തരം പൊളിറ്റിക്സ് ആണ് താങ്കൾ പറയുന്നത്? അതെങ്ങനെയാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ? ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ രാഹുൽ ഗാന്ധിയെ? ആ പാർട്ടിക്കെതിരെ വിമർശനം ഉണ്ടെങ്കിൽ, വ്യക്തിക്കെതിരെ വിമർശനം ഉണ്ടെങ്കിൽ പാകിസ്ഥാന്റെ നേതാവാണെന്ന് പറയുന്നത് എങ്ങനെയാണ് താങ്കൾ? ഏത് അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത്? അവിടെ വല്ല ഇലക്ഷനിൽ മത്സരിച്ചോ? താങ്കൾക്ക് എങ്ങനെ അറിയാവത്? താങ്കൾക്ക് എങ്ങനെ അറിയാമെന്ന് പറയൂ. ഒരു മെസ്സേജും ഇല്ല. തെറ്റായ കാര്യങ്ങൾ പ്രസ്താവിക്കരുത്. ഒരു രാജ്യത്തെ പറയുമ്പോൾ പാകിസ്ഥാനിൽ പൊയ്ക്കോളൂ എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, അത് രാഷ്ട്രീയമല്ല, അതൊരു അന്തസ്സുള്ള രാഷ്ട്രീയമല്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ,
ഈ കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇന്ത്യയിൽ BJP-ക്കെതിരെ നിൽക്കുന്നു, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് ബീഹാർ പോലെ അവരുടെ ശക്തി 90-കൾ വരെ ബീഹാർ ഭരിച്ച 90 ഡിസംബർ വരെ ബീഹാർ ഭരിച്ച പാർട്ടിയാണെന്ന് ആലോചിക്കണം. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് 4 സീറ്റ് CPI-ML അടക്കമോടെ 3 സീറ്റുകൾ മുന്നേറുമ്പോഴാണ് 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 4 സീറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുന്നത്. ഈ പാർട്ടിക്ക് എന്താണ് പറ്റുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ശ്രീ രാഹുൽ ഗാന്ധി ഈ ലീഡർഷിപ്പിലേക്ക് വന്ന സമയത്ത് നമ്മുടെ 10-21 കോൺഗ്രസിന്റെ ഗുലാം നബി ആസാദ് മുതലുള്ള കുറെ പേര് മാറിപ്പോവുകയുണ്ടായി. ആദ്യം ഉന്നയിച്ചു പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല, അവർ മാറിപ്പോവുകയുണ്ടായി. അന്ന് അവർ ഉന്നയിച്ച കാര്യം എന്താ, അത് വളരെ പ്രസക്തമാണ്. ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാത്തിനും അതിനൊരു നല്ല ഒരു വണ്ടി മോശം ഡ്രൈവർ ഓടിച്ചാലോ ഒരു മോശം ഡ്രൈവർ നല്ല വണ്ടി ഓടിച്ചാലോ കാര്യമില്ല. വണ്ടി നന്നാവണം, ഡ്രൈവറും നന്നാവണം. എന്നാലേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ, ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്തുള്ളൂ. അപ്പൊ ഈ സാർ ഈ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലരും സംസാരിച്ച വിഷയമാണ്. അതായത് ഒരാൾ നമ്മുടെ വീട്ടിലിപ്പോ നമ്മൾ ജീവിക്കുന്നു, ഭാര്യയും മക്കളും പിള്ളേരൊക്കെ ആയിട്ട് നമ്മളത് കുറെ നേരം ചർച്ച ചെയ്തു. നമുക്ക് ഇത് വീടും ഒന്നുമല്ല, ശരിയല്ല, നമ്മുടെ നാട് ശരിയല്ല എന്ന് പുറത്ത് പോയി പറയില്ല, പറയാൻ താങ്കളുടെ അഭിപ്രായം അങ്ങനെ നമ്മുടെ നാട്ടിൽ ശരിയല്ല. അങ്ങനെ നമുക്ക് ആ വിഷയത്തിലല്ല ചർച്ച ചെയ്യേണ്ടതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസ് അവരുടെ വലിയ ശക്തി കേന്ദ്രമൊക്കെ ഒരു കാലത്തായിരുന്നു. പിന്നീടും അവർക്ക് ഇപ്പോഴും സാന്നിധ്യമൊക്കെ ഉള്ളതാണ്. 61 സീറ്റുകളൊക്കെ RJD നൽകണമെങ്കിൽ അത്രത്തോളം സ്വാധീനം അവർക്കുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അവിടെ മത്സരിച്ചിട്ട് അവരുടെ അവസ്ഥ ഇത്രത്തോളം ദയനീയമാവുന്നു. എന്താണ് ഇതിന് കാരണം? സാറേ, ഇനിയിപ്പോ രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് പിന്നെ രാഹുൽ ഗാന്ധി അമ്മയും മോളും കൂടെ വല്ല ബിയർ ബാറും വല്ലതും ഇറ്റലി വല്ലതും തുറന്ന് നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലുള്ള കണ്ടീഷനായി പോയി. 50 വർഷം ഭരിച്ച പിന്നെ ബീഹാർ 4 സീറ്റ് കണ്ടോണ്ട് എനിക്ക് മനപ്രയാസം കൊണ്ട് സഹിക്കാൻ വയ്യ. പിന്നെ 22% മുസ്ലിങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആ ഇഞ്ചി ഷാജിയും പിന്നെ പാണക്കാട് തങ്ങളിലെ 2-3 തങ്ങന്മാരും ഒക്കെ അവിടെ കൊണ്ടുവന്ന് അവരുടെ കൊടിയൊക്കെ വെച്ച് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടിയെന്നിരിക്കും. വളരെ പരിതാപരമാണ്. ഇനിയിപ്പോ കേരളത്തില് ഉള്ള MP-മാരെല്ലാം കൂടെ തിരിച്ചു വരാൻ പോകും. അവിടെ ഇരുന്ന് ചൊറി കുത്തിയിട്ട് കാര്യമില്ല. പറമ്പിലും കൊടുക്കുന്ന സുരേഷൊക്കെ തിരിച്ചു വരുവാ. നമുക്ക് എന്തായാലും ന്യൂസ് 18 പൊതുവേദി തുടരേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ചർച്ച. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ബീഹാറിലെ ദയനീയമായ പ്രകടനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ ടാലി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ 243 അംഗ ബീഹാർ നിയമസഭയിൽ ഇതുവരെ 15, 16, 17 റൗണ്ടുകളൊക്കെയാണ് പൂർത്തിയായത്. 30 റൗണ്ടുകളാണ് പൂർത്തിയാവാനുള്ളത്. ഇതുവരെ പുറത്തു വന്ന ഫലസൂചനകൾ അനുസരിച്ച് NDA 205 സീറ്റുകളിൽ മുന്നേറുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 84 സീറ്റുകളിലാണ് മുന്നേറുന്നത്. ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ 81 സീറ്റുകൾ പിന്നിൽ പോയി. 115 സീറ്റുകൾ കിട്ടിയതായിരുന്നു. 33 സീറ്റുകൾ മാത്രമാണുള്ളത്. മറ്റുള്ളവർ 5 സീറ്റുകളിലാണ് മുന്നേറുന്നത്. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ AIM അടക്കമുള്ള പാർട്ടികളാണ് മുന്നേറുന്നത്. നമുക്ക് ഓരോ മുന്നണിയുടെയും പ്രധാന മുന്നണിയുടെ NDAയുടെ ഫലം കൂടി ഒന്ന് നോക്കാം. NDAയിൽ നിന്ന് BJP ആണ് ഏറ്റവും വലിയ പാർട്ടിയെ. 101 സീറ്റുകൾ മത്സരിച്ച BJP 91 സീറ്റുകളിലും ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുമായി നിൽക്കുകയാണ്. 91 സീറ്റുകളിലും മുന്നേറുകയാണ്. 90% സീറ്റുകളിലും 101 മത്സരിച്ചെടുത്ത് 91 എന്ന് പറയുമ്പോൾ 90% മേളിലാണ് BJPയുടെ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 101 മത്സരിച്ച JDU 83 സീറ്റുകളിലാണ് മുന്നേറുന്നത്. 40 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ 43 തവണ 83 അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. 74 അതാണ് ഇപ്പോൾ 91 BJPക്ക്. LJP കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാരിൽ NDAയുടെ ഭാഗമായിരിക്കുമ്പോഴും അവിടെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. JDUവിൻ്റെ വോട്ട് കട്ടറായിട്ടൊക്കെ നിന്നാണ് ഇത്തവണ അവർ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് 21 സീറ്റുകൾ നേടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. HMSന് 6 സീറ്റ് നേടിയിരിക്കുന്നു. അവർ കഴിഞ്ഞ തവണ 4 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അവരിപ്പോൾ 6 സീറ്റായി വർദ്ധിപ്പിക്കുന്നു. RLMന് 4 സീറ്റ് കൂടിയിരുന്നു. ഇതാണ് NDAയുടെ ഫലം. ഇനി അവിടുത്തെ മഹാഗഡ്ബന്ധൻ്റെ ഫലം നോക്കിക്കഴിഞ്ഞാൽ മഹാഗഡ്ബന്ധന് ആകെ 33 സീറ്റുകളാണുള്ളത്. അതിൽ 25 സീറ്റുകളിൽ മുന്നേറുന്നത് RJD ആണ്. 75-ൽ നിന്ന് 25-ലേക്ക് RJD കൂപ്പുകുത്തി. കഴിഞ്ഞ തവണ 19 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസിന്. അവിടെ നിന്ന് 4 സീറ്റുകൾ മാത്രമാണ് മുന്നേറുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റുകളായിരുന്നു CPI-ML ലിബറേഷൻ ഉണ്ടായിരുന്നത്. അവർ ഇപ്പോൾ 3 സീറ്റുകൾ മാത്രമാണ് മുന്നേറുന്നത്. CPM-ന് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അവർ ഒറ്റ സീറ്റിൽ മാത്രമാണ് മുന്നേറുന്നത്. CPI-ക്കും 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 0 സീറ്റുകളിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ,
താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ പോലെ BJP-ക്കെതിരെ നിൽക്കുന്ന പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് നയിക്കേണ്ട ഒരു പാർട്ടിയുടെ ദയനീയമായ ഈ പ്രകടനത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാൻ താങ്കൾ ചോദിച്ചതും പ്രകാരം കോൺഗ്രസിന്റെ അവസ്ഥ പറയാം. ഓക്കെ. കോൺഗ്രസ് ഇപ്പൊ താങ്കൾ 2-3 പേരെടുത്ത് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വിളിച്ചത്. 20 പ്രാവശ്യം വിളിച്ചിരുന്നു. ഈ പറയുന്ന മിക്ക ആൾക്കാരുടെ അതേ അവസ്ഥ തന്നെയാണ് ഞാൻ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും പ്രധാനമന്ത്രി അങ്ങ് വിട് ജനാധിപത്യത്തെയും ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് താങ്കൾ ബീഹാറിൽ നിന്ന് അതല്ല ഞാനത് 1-2 പേരോട് പറഞ്ഞു. ഇനി ആ ഒരു തർക്കത്തിലേക്ക് പോയാൽ അത്തരം കാര്യങ്ങൾ ഇനിയും എല്ലാവരോടും പറയേണ്ടി വരും. അല്ല, ഞാനും എന്റെ അഭിപ്രായം പറഞ്ഞു, അവരും അവരുടെ അഭിപ്രായം പറഞ്ഞു. അവരുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നു, സമ്മതിച്ചു. അല്ല, ബീഹാറിൽ തോറ്റത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറഞ്ഞ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച കാര്യം കേട്ടുകൊണ്ടല്ലോ ബീഹാറിൽ തോറ്റത്. അതിന്റെ ഒരു എഫക്റ്റാണിത്. അതിന്റെ ഒരു എഫക്റ്റാണിത്. തീർച്ചയായിട്ടും താങ്കൾ അതും കൂടെ കാണണം. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാര്യം കോൺഗ്രസ് എടുക്കുന്ന നയങ്ങൾ കൊണ്ടാണ് ഈ ഗതി വന്നത്. ശരി. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി 90-കൾ വരെ ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്ന, ഭൂരിപക്ഷ സമയം ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ 61 സീറ്റിൽ മത്സരിച്ചിട്ട് കേവലം 4 മാത്രമാണ് അവർക്കിപ്പോൾ ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുള്ളത്. തൊട്ട് പിന്നാലെ നിൽക്കുന്ന CPI ML അടക്കം 3 സീറ്റിൽ മുന്നേറുമ്പോഴാണ് അവർ 4 സീറ്റുകൾ മാത്രമായി നിൽക്കുന്നത്. ഈ പാർട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത്? ഈ പാർട്ടി സാറേ, എന്റെ ഇത് നോക്കിയിട്ട് എന്റെ കാഴ്ചപ്പാടില് പാർട്ടിയുടെ കുഴപ്പം അല്ല. ഇപ്പം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം അല്ലല്ലോ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. ബീഹാറിലൊക്കെ എനിക്ക് തോന്നുന്ന പണാധിപത്യമാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ നമ്മുടെ രാജ്യത്തെ പണം മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, ഇവരുടെ കയ്യിലാണ്. സർക്കാർ എന്നല്ല, ഇപ്പൊ അത് BJP-യുടെ കയ്യിലാണ് ഈ പണം മുഴുവൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. ആ തെരഞ്ഞെടുപ്പില് ഒരു പഞ്ചായത്ത് വാർഡില് ഒരാള് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ മതി, മുഴുവൻ ചെലവും പാർട്ടിയാ. ഈ പണമൊക്കെ ഏതാ? നമ്മൾ സാധാരണ നമുക്കറിയാലോ, വയനാട്ടിലെ ദുരന്തമുണ്ടായിട്ട് 1 രൂപ കൊടുക്കാത്ത സർക്കാർ. എനിക്ക് തോന്നുന്ന കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കേട്ടു, 57,000 കോടി രൂപ ഈ ഉച്ചക്കഞ്ഞി വെക്കുന്ന ആളുകളുണ്ട്, ഉച്ചക്കഞ്ഞി ഈ സ്കൂളുകളിൽ, അവർക്ക് കൊടുക്കുന്ന 100 രൂപ പോലും കൊടുക്കാതെ പാവപ്പെട്ട പഠിക്കുന്ന പിള്ളേരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പണം മുഴുവൻ കൊണ്ട് ഓരോ സംസ്ഥാനത്ത് ഓരോ കാലഘട്ടത്തിൽ ഇലക്ഷൻ വരും. ഇപ്പൊ 1 മാസം, ഇനി ഇപ്പൊ 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം ഇനി അടുത്ത കേരളത്തിൽ വരും, 3 മാസം കഴിയുമ്പോൾ പിന്നെ കേരളത്തിൽ വരും. ഈ പണം മുഴുവനും കൊണ്ട്, ഈ പണമാണ്. അല്ല, ബീഹാറില് ഇപ്പൊ അവിടെ വലിയ അവിടെ ഇപ്പൊ ആരാണ്ട് പറയുന്നത് മാത്രം അങ്ങനെയാണ് അവിടെ NDA വിജയിച്ചെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു വിജയമൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു പരിധി വരെ കാണും. അതിനപ്പുറത്തേക്കൊക്കെ അതുകൊണ്ടാണ് വിജയിച്ചതെന്നൊക്കെ പറയാൻ കഴിയുമോ? തീർച്ചയായും സാറേ, ഇന്ന് പണത്തിന് അത്ര പ്രാധാന്യമുണ്ട്. പണമാണ് ഇന്ന് ഏറ്റവും. അല്ലാതെ ഇപ്പം ഈ നമ്മള് ജനാധിപത്യമൊക്കെ പോയി. ജനാധിപത്യം നമ്മളിപ്പം കുറെ കാലം കൊണ്ടില്ല. പണം ആരുടെ കയ്യിലുണ്ടോ അവര് ജയിക്കും. ബീഹാറിലൊക്കെ അല്ലാതെ അങ്ങനെ പൂർണ്ണമായും അങ്ങനെ പണം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഫാക്ടർ ആവാറുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ട് എന്നതും ശരിയാണ്. ശ്രീ ഹരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിയാണ്, കോൺഗ്രസ് ഇതുപോലെ ഒരു സമയത്ത് മെയിൻ പാർട്ടിയായിട്ട് നിന്ന പാർട്ടിയാണ്. അതായത് എനിക്കൊരു കമ്പാരിസൺ പറയണമെങ്കിൽ, നമ്മുടെ പണ്ട് അംബാസിഡർ കാർ ഉണ്ടായിരുന്നു. 100 കാർ വിൽക്കുന്നെങ്കിൽ 90 കാർ അംബാസിഡർ ആയിരുന്നു പണ്ട്, 80-കളിലും 90-കളിലും ഒക്കെ. അതേപോലെ ഇപ്പം ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഇതുവരെ ആയത് കാരണം വളരെ ക്ലിയർ ആണ്. ഒരു കമ്പനി പോലെയാണ്. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി പോലെയാണ്. ഒരു നടത്തിപ്പുണ്ട്, ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മുകളിലിരിക്കുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ കുറ്റം, താഴെയുള്ള അണികൾക്കല്ല കുറ്റം. മുകളിലിരിക്കുന്ന ഒരു കാലത്ത് ഈ അംബാസഡർ പോലെ തന്നെ ബുള്ളറ്റ് വളരെ ഫേമസ് ആയിരുന്നു. പിന്നീട് അതെല്ലാം വിപണിയില്ല. ഇപ്പോൾ വീണ്ടും അവർ 10 മടങ്ങ് ശക്തിയോടെ വന്നു. അങ്ങനെ വല്ല ശേഷിയും കോൺഗ്രസിന് കൊണ്ട് പ്രതീക്ഷിക്കാം. കറക്റ്റാണ്, താങ്കൾ പറയുന്ന കറക്റ്റാണ്. തിരിച്ചു വരാൻ പറ്റണമെങ്കിൽ അതേപോലെ ഒരു മാറ്റം വരണം. ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു തിങ്കിങ്ങും മാറ്റം വരണം. മുകളിലത്തെ ലെവലില് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരണം. എങ്ങനെയാണ് ഒരു BJP പോകുന്നത് വളരെ പ്ലാൻഡ് ആയിട്ടാണ്. അവരെല്ലാ സെഗ്മെന്റും ബീഹാറിൽ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ സെഗ്മെന്റ് JDU എടുത്തു. അല്ലാതെ ഈ ഡെവലപ്മെന്റിന്റെ കാര്യം അവിടെ ഫണ്ട്സും ഒക്കെ കൊടുക്കുന്നതും എല്ലാം കൊടുത്തത് BJP ചെയ്തു.
രാംവിലാസ് പാസ്വാന്റെ മകൻ വന്നിട്ട് ആ എന്തോ താഴേക്കുള്ള കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി അവരുടെ വോട്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നപ്പം ഒരുത്തർക്കും അടുക്കാൻ പറ്റാത്ത ഒരു ലെവലായി. അതേപോലെ ടോപ്പ് ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒരാൾ വേണം. അല്ലാതെ ഇങ്ങനെ വന്നു നിന്നു കണ്ടു എനിക്ക് ഇത്രയും സീറ്റ് വേണം, അത് കഴിഞ്ഞ് കൊളംബിയ പോയി പിന്നെ തിരിച്ചു വന്നു, അങ്ങനെ വന്നു. അല്ലാതെ ഫുൾ ടൈം പാർട്ട് ടൈം വർക്കർ അല്ല, പാർട്ട് ടൈം ലീഡർ അല്ല കോൺഗ്രസിന് വേണ്ടത്. ഒരു ഫുൾ ടൈം എനർജറ്റിക് യങ് ലീഡറാണ് വേണ്ടത്. ശരി, ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് തന്നെയാണ്. പാർട്ട് ടൈം ലീഡറെ പോലെ പലപ്പോഴും പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുടെ ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കോൺഗ്രസിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അല്ല, ഇത് ഒരു അനിവാര്യത. കോൺഗ്രസിന്റെ പതനം അത് നമ്മുടെ നാട്ടുകാരിലെ പ്രതീക്ഷിക്കുന്നതാണ്. കിരൺ ബാബു ഓർമ്മ അറിയില്ല, അടിയന്തരാവസ്ഥ 75 കാലഘട്ടത്തില് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തില് നമ്മുടെ ബുക്കിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടായിരുന്നു ഇതിന് കൂടുതൽ അധ്വാനം, കുറച്ച് ശബ്ദം, അങ്ങനെ നാവെടുക്കൂ പണിയെടുക്കൂ. അതിന്റെ ഒരു പരിണഫലമാണ് അത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് നശിച്ചു പോകും. ഈ നശിക്കാണ്ടാവൂല. പക്ഷെ നരേന്ദ്രമോദി ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നേതാവാണ് നരേന്ദ്രമോദി. അയാളെ ഇന്ത്യ ഞാൻ കണ്ടതില് ഈ നമ്മുടെ നെഹ്റുവിന്റെ ശേഷം ഇന്ത്യയിലെ ഏറ്റവും കണ്ട ഒരു നേതാവ് നരേന്ദ്രമോദി. അയാളെ നേതൃത്വ ആൾക്കാർക്ക് ഇഷ്ടം ആൾക്കാരെ അങ്ങോട്ട് പോവാ. അതുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യം മൊത്തം പോക്കാണ് കിരൺ ബാബു. ഇവര് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്ത് ഈ അമ്മയും ഇവർ ആദ്യമായിട്ട് ഇവർ വേണം ഈ അമ്മയും മക്കളും ഈ മാക്കളും മക്കളും നമ്മുടെ നാട്ടിലെ വടക്കം മലബാർ ചാത്തവും ചീരും എന്ന് പറഞ്ഞ മാക്കത്തിലുള്ള മക്കളുണ്ട്. അതേ അവസ്ഥയാണ് ഈ കോൺഗ്രസിന്റെ അവസ്ഥ. ഇവര് മാറിയാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി രാഷ്ട്രീയമൊക്കെ ആ തരത്തിൽ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ കൂടിയാണല്ലോ. അവിടെ കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിയിലടക്കം കോൺഗ്രസിന്റെ നേതൃത്വം CPM പോലുള്ള പാർട്ടികളടക്കം അംഗീകരിക്കുന്നത് ആ കോൺഗ്രസിനെ കൊണ്ട് BJPയെ തകർക്കാൻ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ആ തരത്തിൽ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിലൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത്? നമസ്കാരം. ഒരു ചൊല്ലുണ്ട്, പവർ ടേൺസ് ടു കറപ്റ്റ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ട്ലി എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത്രയും മഹാഭൂരിപക്ഷം കൊടുത്തത് എന്തായാലും നമ്മുടെ ഒരു രാജ്യത്തിന് നല്ല കാര്യമല്ല. അത് ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന കാര്യം, കോൺഗ്രസ് വർഷങ്ങളായിട്ട് യാതൊരു ജോലിയും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ജനങ്ങളെ അന്വേഷിച്ചു പോകുന്നത്. അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ വേരുകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പില് കേരളത്തിലൊഴിച്ച് മിക്കവാറും ഇന്ത്യയിൽ മൊത്തം കോൺഗ്രസിന് അധികാരമില്ലാതെ തകർന്നടിഞ്ഞു പോയതാ. പക്ഷേ അവർ തിരിച്ചു വന്നത് അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല സംഘടനാ ശക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ ശക്തി ഇല്ല. നമ്മുടെ തിരുവനന്തപുരത്തെ നേതാവ് തന്നെ പറഞ്ഞ ഫോൺ കോൾ സംഭാഷണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ബൂത്തിലിരിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയാണെന്നുള്ള കാര്യം. അപ്പൊ കേരളത്തിൽ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ബീഹാറിലൊക്കെ എത്ര മോശമായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്ന് അറിയണം. അവര് സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ള ജോലി ഗ്രാസ് റൂട്ട് ലെവൽ മുതല് ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസ് പുറത്തായിട്ട് എത്രയോ വർഷമായി, തിരിച്ചു കയറാൻ പറ്റിയോ? അതുകൊണ്ട് കോൺഗ്രസിൽ ഇപ്പോഴുള്ള ആൾക്കാരൊന്നും രാഷ്ട്രീയം പഠിച്ചിട്ടുമില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവര് വെറുതെ ഇരുട്ടി തപ്പി നടക്കുക. അതുകൊണ്ട് കോൺഗ്രസ് ഒത്തിരി ഗ്രഹപാഠം ചെയ്തതായിട്ടുണ്ട്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടികളൊക്കെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ പോലും കോൺഗ്രസ് അതിനനുസരിച്ച് ആ അവസരത്തിനകത്ത് ഉയരാത്ത ഒരു പ്രശ്നമാണ്. രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്സിലെ ഒരു മച്യൂരിറ്റി കുറവുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മച്യൂരിറ്റി എന്നുള്ളത്, പക്വത, അതും ഇല്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. നമ്മുടെ പുള്ളിയുടെ പല പരിപാടികളും സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേയത് ഹോംവർക്ക് ചെയ്യാനുണ്ട് അവര്. അതുപോലെ തന്നെ കോൺഗ്രസ് പിന്നെ പ്രാദേശികമായ ഒരു നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നില്ല. അവരെപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ നിന്ന് എന്ത് വരുന്നോ അതനുസരിച്ച് നിൽക്കാമെന്ന് വെച്ചിട്ട് ആ ഒരു പ്രവർത്തനമൊന്നും പോരാ കോൺഗ്രസിന്. അതേസമയത്ത് BJP പോകുന്നത് അങ്ങനെയല്ലല്ലോ. അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് റൂട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളെ വളർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് പരിപാടികളുണ്ട്. കോൺഗ്രസ് ഇതൊന്നുമില്ല, പരിപാടിയില്ല. പിന്നെ കോൺഗ്രസും BJPയും തമ്മിൽ എന്താ വ്യത്യാസം? യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു ഹിന്ദുത്വ സ്വഭാവം BJPക്ക് ഉണ്ടെങ്കിൽ മൃദു ഹിന്ദുത്വ സ്വഭാവം കോൺഗ്രസിനുണ്ട്. അതുപോലെ സാമ്പത്തിക നയങ്ങള്, ഉദാരവൽക്കരണമൊക്കെ കൊണ്ടുവന്ന കോൺഗ്രസ് ആണ്. അത് വളരെ ഭംഗിയായിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാണ് കോൺഗ്രസ് അവരുടെ പോളിസി തിരുത്തുകയും ഗ്രാസ് റൂട്ട് ലെവൽ നന്നാവുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ വന്ന പോലെയല്ല. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഗ്രാഫാണ്. ഇതിൽ ഇന്ത്യ മുന്നണിയിൽ 33 സീറ്റുകളിലേക്ക് മാത്രമാണ് 243-ൽ 33. അപ്പോൾ 210 മറുഭാഗത്താണെന്ന് ആലോചിക്കണം. അതിൽ 25 സീറ്റുകളിൽ RJD മുന്നേറുമ്പോൾ 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് നിൽക്കുന്നത്. CPI ML പോലും 3 സീറ്റുകളുണ്ട് എന്നത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് 61 സീറ്റുകൾ മത്സരിച്ചിട്ടും 4 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി മാറിപ്പോകുന്നത്? അതെ, സംഘടനകൾക്ക് താഴെക്കെട്ടിൽ പണിയായിരുന്നു. അല്ലാണ്ട് ചുമ്മാ പോയി വോട്ട് ചോദിച്ചാലും ആരും തരില്ല. ഇനി ഇവരെ കൊണ്ട് എന്ത് പറയാനും? ഇതെങ്ങനെ ചുമ്മാ വോട്ട് ആ സമയത്ത് വന്നിട്ട് ചുമ്മാ കറങ്ങിയടിച്ചുകൊണ്ട് കാര്യമുണ്ട്. പുറത്തിറങ്ങി കുറ്റവും പതിന് കിടക്കും രാഹുൽ ഗാന്ധി, ഒരു വരയിലുണ്ട്. പിന്നെ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ ഈ BJP ഇത്ര അപകടകാരികളാണെന്നൊക്കെ പറയാൻ കാരണം അവരുടെ പാർട്ടിയിലെ അപകടകാരികൾ അവിടെ മുഴുവൻ ഈ ക്രിമിനൽസ് മറ്റേ മാവോയിസ്റ്റ് മൊത്തം ഒതുക്കിയല്ലേ. അല്ലെ അവിടെ ഇത്ര വോട്ട് കിട്ടും വരുന്ന നേരത്തെ. ചില ഭാഗങ്ങൾക്ക് മാവോയിസ്റ്റിന് ഭയങ്കര ഈ CPI-ക്കാരുടെ പിന്നെ അതായത് BJP-ക്കാർ CPI-ML ആണ് ശ്രീ പ്രദീപ്. CPI-ML അവിടെ മത്സരിക്കുന്ന പാർട്ടിയാണ്. CPI-ML ലിബറേഷൻ, ദീപാങ്കർ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ആണ്. അവരേതെങ്കിലും ഒരു നിരോധിത പാർട്ടി ഒന്നുമല്ല. ആ ഘടകകക്ഷിയായിരുന്നു. അവർ നിരോധിത പാർട്ടിയൊന്നുമല്ല, അല്ലെങ്കിൽ അവർ മോശക്കാരായ ഒരു പാർട്ടിക്കാരൊന്നുമല്ല. അവർ അടിസ്ഥാന ജനവിഭാഗത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരേതെങ്കിലും തരത്തിൽ അക്രമം നടത്തുന്ന പാർട്ടിയോ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിന് നിൽക്കുന്ന പാർട്ടിയോ ഒന്നുമല്ല. അത് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. അവരെ അങ്ങനെ മോശക്കാരായി പറയേണ്ട കാര്യമില്ല. അവിടെ മത്സരിക്കുന്ന CPI-ML-ഉം CPI-യും CPM-ഉം ആണ് കേരളത്തിലെ ഇടത് പാർട്ടികളുള്ളതിൽ. ശരി, ഓരോരുത്തർക്കും രാഷ്ട്രീയമല്ലേ. BJP അപകടകാരിയാണെന്ന് പറയുന്നവരും CPM അപകടകാരിയാണെന്ന് പറയുന്നതും കോൺഗ്രസ് അപകടകാരിയാണെന്ന് പറയുന്നവരും. താങ്കളുടെ അഭിപ്രായത്തിൽ അങ്ങനെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലേ അത് പറയാൻ? ശ്രീ പ്രദീപ്, അതൊക്കെ പ്രദീപിന് ഒരു പാർട്ടിയെ ഇഷ്ടമല്ലെങ്കിൽ പ്രദീപിന്റെ അഭിപ്രായം അത് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റുള്ളവർക്ക് അതും പറയാൻ സ്വാതന്ത്ര്യം. ശരി, ഓക്കെ. ശരി പ്രദീപ്. എന്തായാലും നമുക്ക് ശ്രീ ശരത്താണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ഈ ഇന്ത്യ മുന്നണിയെയും പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇനിയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ? സാറേ, കോൺഗ്രസിന്റെ പ്രശ്നം ഗ്രാസ് റൂട്ടിൽ തന്നെ കിടക്കുകയാണ്. അതുപോലെ നേതൃത്വത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പം നിലവിൽ ഭരിക്കുന്ന മോദി സർക്കാർ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, താഴെ തട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്നുണ്ട്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് അറിഞ്ഞിട്ടാണ് നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണ്. വെറുതെ ആദ്യം കുറെ നാള് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, അത് കഴിഞ്ഞ് കുറെ നാള് വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്നു. സത്യം പറഞ്ഞാൽ താഴെ തട്ടിറങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം അവർ ഈ മോദിയെയും അതുപോലെ തന്നെ ഈ നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക് അടിസ്ഥാന വികസനം, കേരളത്തിന്റെ കാര്യം തന്നെ ഹൈവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് അതിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കേരളത്തിൽ ഇരിക്കുന്ന എനിക്ക് പോലും ഉണ്ടാകുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് തന്നെയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശരത്താണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ താങ്കളുടെ പാർട്ടി എന്താണ് ഇങ്ങനെ ഒരു തോൽക്കാം, പക്ഷെ തോൽക്കുന്നതിന് പോലും ഒരു അന്തസ്സ് വേണ്ടേ? അങ്ങനെയൊക്കെ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ആ BJP ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്നത് JDU, നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ്. ബീഹാറിൽ ഭരണം നടത്തുന്നത് നിതീഷ് കുമാറാണ്. അപ്പോ ജനാധിപത്യത്തിൽ ഇതൊരു പുത്തരിയൊന്നുമല്ല. ജനാധിപത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫലം ഉണ്ടാവുകയുമില്ല. അതൊക്കെ ശരിയാണ് ശ്രീ റഷീദ്. ഞാനതാ ചോദിച്ചത്. തോറ്റത് എന്താണെന്ന് ചോദിക്കുന്നില്ല. തോൽവിയും ചെയ്യുമൊക്കെ ജനാധിപത്യത്തിൽ സാധാരണ. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി തോക്കുമ്പോൾ ഇങ്ങനെ ദയനീയമായി തോൽക്കണ്ട, മാന്യമായി തോൽക്കാന്നൊക്കെ ആളുകൾ പറയില്ലേ? അത്രയെങ്കിലൊക്കെ വേണ്ടേ? നിങ്ങൾ 61 സീറ്റൊക്കെ RJD പിടിച്ചു വാങ്ങിയതല്ലേ, പഴയ തഴമ്പൊക്കെ കാണിച്ച്. പക്ഷെ അതിന്റെ ഒരു അംശമെങ്കിലും കാണിക്കണ്ടേ? അതെ, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP, സംസ്ഥാനം ഭരിക്കുന്നത് JDU. അപ്പൊ എന്താന്ന് വെച്ചാൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ജനങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ച് അതിൽ വീണുപോകുമല്ലോ.
അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. പിന്നെ എന്ന് വെച്ചാൽ മഹാസഖ്യം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത്. പക്ഷേ മഹാസഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസും അതേപോലെ തന്നെ തേജസ്വിയുടെ പാർട്ടിയും ഒക്കെ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. പക്ഷെ താഴേക്കിടയിൽ അത് വേണ്ട വിധത്തിൽ അത് ക്ലിക്കായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴേക്കിടയിൽ സ്ത്രീ വനിതാ വോട്ടർമാരുടെയിലും യുവാക്കളുടെ ഇടയിലും അവരുടെ ഈ കെമിസ്ട്രി ക്ലിക്കായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഒന്നല്ലല്ലോ. ജനാധിപത്യം ഇനിയും തെരഞ്ഞെടുപ്പെല്ലാം വരുമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ പാട്ട് മത്സരത്തിന് കാണാമെന്ന് സിനിമയിൽ പറയുന്നത് പോലെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 19 സീറ്റ്, അതിന് മുമ്പുണ്ടായിരുന്നത് 27 സീറ്റ്, അതിന് മുമ്പുണ്ടായിരുന്നത് 4 സീറ്റ്, അതിന് മുമ്പുണ്ടായിരുന്നത് 9 സീറ്റ്, അതിന് മുമ്പുണ്ടായിരുന്നത് 10 സീറ്റ്. 90 മാർച്ച് വരെ ആ സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആലോചിക്കണം. ആ പാർട്ടിയുടെ പിന്നീടുള്ള ഓരോ വർഷത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് 1970 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ദിരാഗാന്ധി ആകാശം മുട്ടെ ഉയർന്നിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു. അത് ജനാധിപത്യമാണ്. ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു, അല്ലാതെ ഇങ്ങനെ ദയനീയമായി തോറ്റു പോകലേ ഇത്. ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് തിരിച്ചു വന്നു, തെറ്റ് തിരുത്തി തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴതൊന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ എന്തുകൊണ്ട് ബീഹാറിൽ ഈ മഹാസഖ്യം തിരിച്ചു വന്നുകൂടാ? അപ്പൊ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാഠം ഉൾക്കൊള്ളാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും ഒരുപാട് പാഠങ്ങളുണ്ട്. കേരളത്തിൽ പോലും ഇതിന് പാഠങ്ങളുണ്ട്. ഇവിടെ അങ്ങെങ്ങാനുള്ള ഒരു പുഴക്ക് ഇവിടെ നിന്ന് ചെരുപ്പ് പിടിക്കേണ്ട ആവശ്യമില്ല. ചെരുപ്പ് പിടിച്ചാൽ മതി. ശ്രീ റഷീദ് ജയമോഹനാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ ജയമോഹൻ, താങ്കളുടെ കണക്ക് മുമ്പ് നമുക്ക് ഏറ്റവും അവസാനത്തെ ടാലി കൂടി ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കാം. എന്തായാലും കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. NDA 204 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി 34 സീറ്റുകളിലാണ് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ആകെയുള്ളത്. RJD 26, കോൺഗ്രസ് 4, CPML 3, CPM 1 എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. മറിച്ച് നമുക്ക് NDAയുടെ മുന്നണിയുടെ അവസ്ഥ കൂടി നമുക്ക് നോക്കാം. NDAയിൽ വലിയ മുന്നേറ്റം ഒന്നാമത്തെ കക്ഷിയായി നിൽക്കുന്നത് BJP ആണ്. BJP 101 സീറ്റുകൾ മത്സരിച്ചതിൽ 91 സീറ്റുകളിലും BJPയുടെ വ്യക്തമായ ആധിപത്യമാണ്. JDU 101 സീറ്റിൽ മത്സരിച്ച് 83 എടുത്തും അവർക്ക് മുന്നേറുന്നു. LJP 21 സീറ്റുകളിൽ, HMS 5 സീറ്റുകൾ, RLM 4 സീറ്റുകൾ എന്നുള്ള അവസ്ഥ. ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇമ്മട്ടിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത്? താങ്കൾ പറഞ്ഞോളൂ. നമ്മൾ ഈ എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും ഒരു വിലയിരുത്തലുകൾ വെറുതെയാണത്. കാരണം നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാര് ചെയ്യേണ്ടത് ചെയ്യില്ല. കാരണം താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഇതിന്റെ അവര് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചല്ല ഇവര് വിലയിരുത്തുന്നത്. കാരണം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും സംഭവിക്കും. അപ്പോ ഇപ്പൊ പറഞ്ഞുതരാം, ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റൗഡി റാത്തോഡ്. ഇപ്പോഴത്തെ ന്യൂ ജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളൊക്കെ കണ്ടാ വളരുന്നത്. അപ്പോ അന്ന് ലാലു പ്രസാദ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ചെയ്തിരുന്ന പല വൃത്തികെട്ട കാര്യങ്ങളും ഇത് ജനങ്ങള് പ്രത്യേകിച്ച് യുവാക്കൾ ഇത് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടം പിന്നെയും വരരുത് എന്നുള്ള ചിന്ത ജനങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഇവർ ചെയ്തത് എന്താണെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇവിടെ കടന്നിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം പോക്കാന്നല്ലാണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതത് രാഷ്ട്രീയ പാർട്ടികൾ. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായത്തിൽ മഹാഭൂരിപക്ഷം പേരും അഭിപ്രായം പറഞ്ഞത് താഴെ തട്ടിൽ ഇറങ്ങി പണിയെടുക്കാൻ പാർട്ടി പ്രവർത്തകർ വേണം, താഴെത്തട്ടിൽ പാർട്ടിയുടെ സംവിധാനം വേണം. അത് കോൺഗ്രസിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാന പരാതിയായി പറഞ്ഞത്. മറ്റൊന്ന് ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിന് വേണം. അവിടെയും രാഹുൽ ഗാന്ധിക്ക് ഒരു ഫുൾ ടൈം ആ തരത്തിലുള്ള ലീഡറായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചവരുമൊക്കെ ഉണ്ട്. മറ്റ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞവരുമുണ്ട്. പൊതുവേദി അവസാനിപ്പിക്കും മുമ്പ് ഒരിക്കൽ കൂടി നമുക്ക് ബീഹാറിലെ നിലവിലെ ഭൂരിപക്ഷത്തിൻ്റെ നിലയൊന്ന് പരിശോധിക്കാം. ആകെയുള്ള 243 സീറ്റുകളിൽ 204 സീറ്റുകളിൽ മുന്നേറുന്നത്, 200 മേൽ സീറ്റുകളിൽ മുന്നേറുന്നത്, ഏകദേശം 5-1 സീറ്റുകളിൽ മുന്നേറുന്നത് NDA ആണ്. NDAക്ക് 204 സീറ്റ്, ഇന്ത്യ മുന്നണി 4 സീറ്റ്, മഹാഗഡ്ബന്ധൻ 34 സീറ്റുകളിലാണ് മുന്നേറുന്നത്. മറ്റുള്ളവർ 5 സീറ്റുകൾ എന്നുള്ളതാണ് NDAയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. BJP 101 സീറ്റിൽ മത്സരിച്ച് 91 എടുത്തും മുന്നേറുന്നു. JDU 101 മത്സരിച്ച്
83 മുന്നേറുന്നു. 21 LJP, HMS 5, RLM 4 എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ഇന്ത്യ RJDക്കുള്ളത് 26 സീറ്റുകൾ, കോൺഗ്രസിന് 4, CPML 3, CPM 1 എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. चिराग पासवान माध्यमों बट मेरा विश्वास मेरी मेहनत पर है, ना किसी के सर्वे पर. मैं शुरू से कॉन्फिडेंट था कि हम लोग का प्रदर्शन अच्छा रहेगा. मैंने स्ट्राइक रेट को लेकर भी काफ़ी ताने सुने हैं, बट गठबंधन का स्ट्राइक रेट खूबसूरत रहा है. ये भी मेरा विश्वास डे 1 से रहा था. तो मुझे लगता है कि जिन लोगों ने कम आंकने की गलती की, मुझे लगता है कहीं ना कहीं उनको जवाब जनता ने दिया. मुख्यमंत्री नीतीश कुमार जी एक बार फिर से मुख्यमंत्री बनेंगे, ये मेरा पूरा विश्वास है. विपक्ष की करारी हार का कारण उनका अहंकार है, और हम लोगों की प्रचंड जीत का कारण डबल इंजन की सरकार पर, जिसका नेतृत्व मेरे प्रधानमंत्री केंद्र में और मुख्यमंत्री नीतीश कुमार जी बिहार में. ചിരാഗ് പാസ്വാനാണ് ഒരു കാലത്ത് ബീഹാറിലെ ഏറ്റവും വലിയ ദളിത് നേതാവായിരുന്ന രാംവിലാസ് പാസ്വാന്റെ മകൻ. രാംവിലാസ് പാസ്വാന്റെ മകൻ ഇത്തവണ 21 സീറ്റുകളിലാണ് പാർട്ടി വിജയിച്ചിരിക്കുന്നത്. അവരുടെ വലിയ സ്ട്രൈക്ക് റേറ്റോടുകൂടി വിജയിച്ചിരിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡബിൾ എൻജിൻ സർക്കാർ തന്നെ ബീഹാറിൽ ഉണ്ടാകുമെന്നും പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, വലിയ സ്ട്രൈക്ക് റേറ്റോടുകൂടി, വലിയ വിജയത്തോടുകൂടിയാണ് കഴിഞ്ഞ ലോക്സഭയിലും 5 സീറ്റുകൾ മത്സരിച്ച് 5 സീറ്റിലും ജയിച്ച വിജയമായിരുന്നു ഉണ്ടായിരുന്നത് ചിരാഗ് പാസ്വാൻ. ഇപ്പോൾ രാംവിലാസ് പാസ്വാനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്ക് സ്വന്തം പാർട്ടിയെ നയിക്കാനും മികച്ച വിജയം ഉറപ്പാക്കാനും ചിരാഗ് പാസ്വാന് കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി കൂടിയായ ചിരാഗ് പാസ്വാന് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത വാർത്താ വിശേഷങ്ങളുമായി ഉടൻ തന്നെ എത്താം.